നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്ന പ്രതികൾ പലരും ഇതിനോടകം പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള കേസിലെ പ്രധാന പ്രതികൾ ഇക്കണക്കിന് എത്രയും വേഗം ജയിൽ മോചിതരാകുമോ എന്ന സംശയവും അവിടെ ഉദിക്കുന്നുണ്ട്. കൂടാതെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ED നടത്തിയ അന്വേഷണം ഏതുവരെയായി എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് വളരെ നിർണായകമായൊരു നീക്കവുമായി ED രംഗത്തെത്തുന്നത്. ശബരിമലയിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനെ ഇന്ന് കൊച്ചിയിലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ EDയുടെ ഓഫീസിൽ ചോദ്യം ചെയ്യുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തികളിൽ ഏറ്റവും പ്രമുഖനായ ആളാണ് ഈ മുരാരി ബാബു. ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു എന്നുള്ള മാത്രമല്ല, സന്നിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഇയാൾ വലിയൊരു അധികാര കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു. കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു സമുദായ സംഘടനയുടെയൊക്കെ തന്നെ പ്രാദേശിക ഭാരവാഹിയായിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ ഇരുന്ന പദവിയിലൊക്കെ തന്നെ പരമാവധി അധികാരം ഉപയോഗിക്കുകയും അങ്ങനെ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് 100% ഉറപ്പായ വ്യക്തി കൂടിയാണ്. അങ്ങനെയുള്ള മുരാരി ബാബുവിനെ ഇപ്പോൾ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ED നേരിട്ട് അവരെ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയ ആദ്യ വ്യക്തിയാണ് മുരാരി ബാബു. ഇനി ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയ ശ്രീകുമാറിനെ സുധീഷിനെയൊക്കെ പോലെയുള്ള ആ കേസിൽ പ്രതികളെയൊക്കെ തന്നെ ED നോട്ടീസ് നൽകി വിളിച്ചു വരുത്തും എന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതുപോലെ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെയൊക്കെ തന്നെ ED ചോദ്യം ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ ഒരുപക്ഷെ EDയുടെ കൈവശം ഉണ്ടായിരിക്കാം. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇവർ ഓരോരുത്തരെ വിളിച്ചപ്പോൾ ചോദ്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന കേരള പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം SIT കുറ്റപത്രം ഇനിയും സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പലരും ഇതിനോടൊക്കെ ജാമ്യം നേടി പുറത്തു വരുന്നത്. ഇവരിൽ പലരും അതിശക്തന്മാരാണ്, വലിയ ബന്ധങ്ങളുള്ളവരാണ്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി ഈ കേസ് അന്വേഷണം ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അട്ടിമറിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ള വ്യാപകമായ പരാതി ഉയരുന്ന ഒരു സാഹചര്യത്തിലും എന്തുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കാത്തത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. EDയെ കൂടാതെ CBIയും ഈ കേസ് അന്വേഷിക്കാൻ തയ്യാറാണെന്ന് നേരത്തെ തന്നെ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ CBI അന്വേഷണത്തിന് കൂടി കോടതി ഉത്തരവിട്ട് കഴിഞ്ഞാൽ അത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഏറെ സഹായമാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. മുരാരി ബാബുവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തിയാണെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ദേവസ്വം ബോർഡിന് കീഴിലെ മറ്റ് പല ക്ഷേത്രങ്ങളിലും ഉദ്യോഗസ്ഥനായിരുന്ന കാലത്തൊക്കെ തന്നെ ഇയാൾ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തയും പുറത്തു വന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ശബരിമല സ്വർണ്ണക്കൊള്ള മാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിവിധ പ്രമുഖ ക്ഷേത്രങ്ങളിൽ നടന്നിട്ടുള്ള പല കൊള്ളകളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇയാൾക്ക് അറിയാമായിരിക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ മാത്രം ഈ അന്വേഷണം ഒതുങ്ങാൻ സാധ്യതയില്ല എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഈ മുരാരി ബാബുവിനെയൊക്കെ പോലെയുള്ള ദേവസ്വം ബോർഡിൽ വലിയ അധികാര കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചിരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അന്നന്ന് ഭരിക്കുന്നവരെല്ലാവരെയും ഇവർ പാട്ടിലാക്കുകയും അതുവഴി തങ്ങളുടെ കാര്യം കാണുകയും ശബരിമലയിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടത്തുകയും ചെയ്തു എന്ന് ഏതാണ്ട് ഉറപ്പായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ED ഇയാളെയും നേരിട്ട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച രേഖകളും മൊഴിപ്പകർപ്പുകളും കോടതി അനുമതിയോടെ ED ശേഖരിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ നടത്തുക. ദ്വാരപാലക, കട്ടിളപ്പാളി സ്വർണ്ണക്കൊള്ള കേസുകളിലാണ് പ്രധാനമായി ഇപ്പോൾ മുരാരി ബാബുവിനെ ED ചോദ്യം ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പണം എങ്ങോട്ട് പോയി എന്നുള്ളതാണ് പ്രധാനമായി അറിയേണ്ടത്. കാരണം ഇവിടെ നിന്ന് വിറ്റ വസ്തുക്കൾക്കെല്ലാം തന്നെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അത്രയും വലിയ തുക ഇവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് പിന്നിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ED കരുതുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആരുമായൊക്കെയാണ് ഈ സാമ്പത്തിക ഇടപാട് നടത്തിയത്, ഇതിൻ്റെ പിന്നിൽ അന്താരാഷ്ട്ര സംഘം പ്രവർത്തിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ED ഒരുപക്ഷെ ഇവരിൽ നിന്ന് വിശദമായി ചോദ്യം ചെയ്ത് മൊഴിയെടുക്കാൻ തന്നെയാണ് സാധ്യത. നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ ഇവർ ഏതൊക്കെ കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ തന്നെ ഇപ്പോൾ EDയുടെ കൈവശമുള്ളത് കൊണ്ട് തന്നെ ഇവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ അവർക്ക് കൂടുതൽ എളുപ്പമാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഏതായാലും ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരും അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ വലിയ താമസമില്ലാതെ EDയുടെ ഓഫീസിലേക്ക് വരേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. EDയെ സംബന്ധിച്ചിടത്തോളം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പണമിടപാടിലെ തിരിമറി മാത്രമായിരിക്കും അവർ അന്വേഷിക്കുന്നത്. പക്ഷേ ചോദ്യം ചെയ്യലിൽ മറ്റ് ചില വിശദാംശങ്ങളും അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് മറ്റ് അന്വേഷണ ഏജൻസികൾക്കും എതിരെ, അതായത് CBI അന്വേഷിക്കാനൊക്കെ എത്തുകയാണെങ്കിൽ അവർക്കത് കൂടുതൽ പ്രയോജനപ്രദമാകാനാണ് സാധ്യത. ഇത്തരത്തിലുള്ള പണം ഉപയോഗിച്ച് ഇവർ സമ്പാദിച്ച സ്വത്തുക്കൾ എവിടേക്കാണ് ഉള്ളത് എന്നുള്ള കാര്യം ED കണ്ടെത്തേണ്ടി വരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും കോടികൾ വില വരുന്ന സ്വത്തുക്കൾ ഇതിനോടകം തന്നെ കണ്ടുകെട്ടിയിട്ടുണ്ട്. അതുപോലെ മറ്റ് കേസിലെ പ്രതികളെയൊക്കെ തന്നെ ED കൃത്യമായ ചോദ്യം ചെയ്യലിലൂടെ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരികയും
വലിയ തോതിലുള്ള കർശന നടപടികൾ അവരുടെ മേലുണ്ടാകാനും സാധ്യതയുണ്ട്.